കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ഒരുപാട് ടൈം എടുക്കും, ഒരു മിനിമം 2 years എടുക്കും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് ഇത്രയും ടൈം എടുക്കുന്നതെന്ന്. നമ്മളിപ്പം കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട്സ് ക്ലിയർ ആയിരിക്കണം, എവിഡൻസ് എല്ലാം കൃത്യമായിരിക്കണം. സോ നമ്മൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, കോടതിയിൽ നിന്ന് നോട്ടീസ് പോകുന്നു, എതിർഭാഗത്തിന് നോട്ടീസ് പോകുന്നു. എതിർഭാഗത്തിന് നോട്ടീസ് പോയിട്ട് അവർ കൈപ്പറ്റാതിരിക്കാം. നേരത്തെ ഞാൻ കൈപ്പറ്റിയില്ലെങ്കിൽ എക്സ്പാർട്ടി ആവുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് കൈപ്പറ്റി അവർ അപ്പിയർ ചെയ്യാൻ തന്നെ ഒരു ടൈം എടുക്കും. ഇനി രണ്ടുപേരും അപ്പിയർ ചെയ്തിട്ട് അതുവരെയും കോടതിയിലല്ല കേസ് വിളിക്കുന്നത്, CMOയിലായിരിക്കും. ബെഞ്ചിലേക്ക് കേസ് പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കൗൺസിലിംഗും കഴിഞ്ഞിട്ട് മീഡിയേഷനും കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ മാത്രമേ കോടതിയിലേക്ക് കേസ് വരത്തുള്ളൂ. അപ്പം ഇതിന് തന്നെ ഒരു ടൈം എടുക്കും. അതിനുശേഷം കോടതിയിലേക്ക് എത്തുന്നു. അപ്പോൾ എതിർഭാഗത്തിന് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, അതായത് പത്രിക, എന്തെങ്കിലും കാര്യത്തിന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഒബ്ജക്ഷൻ, ഇതെല്ലാം അവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് പല പല നീട്ടിവെക്കലുകൾ, അഡ്ജോൺമെന്റ് ഒക്കെ അതിന്റെ ഇടയിൽ വരും. അതിനുശേഷം എവിഡൻസിന്റെ സ്റ്റേജ് ആണ്. അതാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സ്റ്റേജ്. ഡോക്യുമെന്റ്സ്, വിറ്റ്നസ്സുകൾ, ക്രോസ് എക്സാമിനേഷൻ, ഇതെല്ലാം നടക്കുന്നത് ആ സ്റ്റേജിലാണ്. അതിനുശേഷമാണ് രണ്ട് വക്കീലന്മാരുടെയും ആർഗ്യുമെന്റ്സ്. ഇതും കഴിഞ്ഞിട്ടാണ് ഫൈനൽ ജഡ്ജ്മെന്റ് കോടതി വിധിക്കുന്നത്. ഒന്നെങ്കിൽ ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്യും, അല്ലെങ്കിൽ കേസ് ഡിസ്പോസ് ചെയ്യും. അങ്ങനെയുള്ള വിധി വരുന്നത് അവിടെയാണ്. പറയാൻ എളുപ്പമാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരുപാട് ലെങ്തി ആയിട്ടാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.